രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന കാട്ടാന ശല്യത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ് തൃശൂർ അകമല നിവാസികൾ. ഏക്കർ കണക്കിന് പാടശേഖരത്തിലെ നെൽകൃഷിയും തെങ്ങുകളും വാഴയുമൊക്കെ വ്യാപകമായി നശിപ്പിക്കുകയാണ് കാട്ടാനക്കൂട്ടം. അകമല ഭാഗത്ത് 6 കിലോമീറ്റർ സൗരവേലി നിർമ്മാണത്തിന് അനുമതിയായെങ്കിലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഇതോടെ വന്യജീവികളുടെ ആക്രമണ ഭീതിയിലാണ് അകമല. മലയണ്ണാൻ മുതൽ കാട്ടാന വരെ നീളുന്ന വന്യജീവികളുടെ ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് അകമല. ഉത്രാളിക്കാവ് പൂരത്തിന് കണ്ടു ശീലിച്ച നാട്ടാനകൾക്കപ്പുറം കാട്ടാന നാട് കൈയടക്കിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഒരു നാട്. കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഞാൻ എൻ്റെ വീടിൻ്റെ പടിക്കൽ നിൽക്കുന്ന നേരത്ത് ആനയെന്ന് അറിയില്ല, ജസ്റ്റ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ സൗണ്ട് കേട്ട് ലൈറ്റ് അടിക്കും ആനയാണ്. ആന നമ്മുടെ നേർക്ക് ഓടി വന്ന് ഞാൻ മതിൽ ചാടിയിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറി ചെയ്ത്. മാസങ്ങൾക്ക് മുൻപ് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടതിൻ്റെ ഭയം ബാബു പൂക്കുന്നത്തിൻ്റെ മുഖത്തു നിന്നും ഇന്നും മാഞ്ഞിട്ടില്ല. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതിനിടയിലാണ് 2 ആഴ്ചയായി കാടിറങ്ങിയെത്തുന്ന കാട്ടുകൊമ്പന്മാർ സകലതും നശിപ്പിച്ചു മടങ്ങുന്നത്. കൃഷി കണ്ടമാനം ഇപ്പം ഞങ്ങളുടെ തന്നെ സ്ഥലത്ത് ഇപ്പോൾ ആന ചുരുങ്ങിയത് ഒരു 15 ദിവസമായിട്ട് ഇവിടെ നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ട് ആന. ഒരു 150ഓളം തെങ്ങുകൾ, ഒരു 10-100 വാഴകൾ, കവുങ്ങ്, പന, ഒരു 10-50 പന, അങ്ങനെ കണ്ടമാനം നാശനഷ്ടങ്ങൾ ആണ് ഇപ്പോൾ വരുത്തി വെച്ചേക്കുന്നത്. കാടുപിടിച്ചു കിടന്ന ഭൂമി പതിറ്റാണ്ടുകൾക്ക് മുൻപ് മല്ലയുദ്ധം നടത്തി കൃഷിഭൂമിയാക്കിയതാണ്. കുട്ടിക്കാലത്തെപ്പോഴോ മച്ചാട് മലയിൽ ആനകളെ കണ്ടതല്ലാതെ ഈ മേഖലയിലേക്ക് കാട്ടാന എത്തിയിട്ടേയില്ലെന്ന് ബാബു പറയുന്നു. കുതിരാൻ തുരങ്കപാത തുറന്നതോടെയാണ് വാഴാനി വന്യജീവി സങ്കേതത്തിലേക്ക് പീച്ചിയിൽ നിന്ന് കാട്ടാനകൾ എത്തിത്തുടങ്ങിയത്. നിരന്തരം ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, രാത്രി അവർ വരുന്നുണ്ട്. പക്ഷേ ആന നിരന്തരം പറമ്പിൽ ഇറങ്ങിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ 2-3 പ്രാവശ്യം കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമി കംപ്ലീറ്റ് മരുഭൂമിയായിട്ട് മാറും. ഞങ്ങളുടെ 20-30 കൊല്ലത്തെ അധ്വാനമാണ് ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ചിട്ട് പോണതാണ്. കഴിഞ്ഞ ദിവസം മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വീട്ടുമുറ്റത്തെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അമ്മയും മകനും കിടന്നുറങ്ങിയ മുറിക്കരികിൽ കാട്ടുകൊമ്പൻ എത്തിയതിന്റെ ആശങ്കയിലാണ് ജയേഷ്. വളരെ രക്ഷപ്പെട്ടതിൻ്റെ തലനാരിഴയ്ക്ക് എന്ന് തന്നെ പറയാം. വീടിൻ്റെ മതിൽക്കെട്ടിന് അരികിലൂടെയാണ് ഈ ആന പോയത്. പക്ഷെ ആന ശാന്തനായതുകൊണ്ടാണോ അതോ മറ്റ് പ്രകോപനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വീടിനൊന്നും നഷ്ടം വരുത്താതെ കൃഷിഭൂമി, അതുപോലെ തന്നെ നമ്മുടെ വൃക്ഷത്തൈകൾ, തോട്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലെ കൃഷി ഉൽപ്പന്നങ്ങളായ കവുങ്ങ്, തെങ്ങ് ഇവയെല്ലാം നശിപ്പിച്ചു. പകൽ സമയം പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഭയപ്പാടിലാണ് സ്ത്രീകളും കുട്ടികളും. പേടിയുണ്ട്, തീർച്ചയായിട്ടും പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ആന വരുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകണച്ചാൽ ഇതിൽ കൂടെ പോയിട്ട് ആ മുകളിൽ പോയിട്ടാണ് നിൽക്കുക. ഇപ്പോൾ ഈ രാവിലെയൊക്കെ ഇറങ്ങണ സമയമായതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും പ്രതീക്ഷിക്കാം ആന എപ്പോൾ വരുന്നു എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത്രയും ഭീതിയായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. 20ഓളം കർഷകരുടെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ഒപ്പം വിളവെടുക്കാറായ വാഴകളും തെങ്ങും എന്നുവേണ്ട സകലതും നഷ്ടപ്പെട്ടതിന്റെ നിരാശയിലാണ് കർഷകർ. 6 കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ വേലി നിർമ്മിക്കാനുള്ള നടപടികൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാട്ടാനകൾ സമീപത്തെ റെയിൽവേ ട്രാക്ക് കൂടി കീഴടക്കിയതോടെ ട്രെയിൻ യാത്രയും ആശങ്കയിലാണ്. വന്യജീവി ആക്രമണം തുടർന്നാൽ വർഷങ്ങളോളം പണിയെടുത്ത കൃഷിഭൂമി മരുഭൂമിയായി മാറിയേക്കുമെന്ന ആശങ്കയിലാണ് കർഷകരുൾപ്പെടെയുള്ളവർ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല